In this video, we are just continuing the portion of drawing graphs. നമ്മൾ ഒരു ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ള ഒരു ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ കഴിഞ്ഞത്. സെക്കൻഡ് പാർട്ട് നമ്മൾ എങ്ങനെ ചെയ്യാം, നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? വൈ ഡാഷും വൈ ഡബിൾ ഡാഷ് ഒക്കെ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺകേവിറ്റിയും ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാനൊക്കെയാണ് ആക്ച്വലി നമ്മൾ എന്താകുന്നത് വൈ ഡാഷും വൈ ഡബിൾ ഡാഷും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രാഫ് ഹാവിങ് നോ ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ്. വെർട്ടിക്കൽ അസിംപ്റ്റോട്ടോ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടോ ഇല്ലാത്ത ഫങ്ഷൻസിൽ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പെട്ടെന്ന് തന്നെ ഗ്രാഫ് വരയ്ക്കാം. അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടും വെർട്ടിക്കൽ അസിംപ്റ്റോട്ടും ഒക്കെ നമ്മൾ ജസ്റ്റ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലെറ്റ് y is equal to some f of x be the function. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ഫൈൻഡ് y dash and y double dash. ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. y dash greater than 0 ആണെങ്കിൽ ഫംഗ്ഷൻ റൈസ് ഇൻക്രീസ് ചെയ്യും, y dash ലെസ് ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യും. ഫൈൻഡ് ദ റൈസ് ആൻഡ് ഫാൾ ഓഫ് ദി കർവ്. സെക്കൻഡ് ഡിറ്റർമൈൻ ദി കോൺകേവിറ്റി ഓഫ് ദി കർവ്. കോൺകേവിറ്റി ചെക്ക് ചെയ്യുക. y double dash ആക്ച്വലി ഗ്രേറ്റർ ദാൻ 0 ഓർ ലെസ് ദാൻ 0 അനുസരിച്ചിരിക്കും കോൺകേവിറ്റി. മേക്ക് എ സമ്മറി ആൻഡ് ഷോ ദി ഗ്രാഫ്സ് ജനറൽ ഷേപ്പ് വരയ്ക്കുക. സ്പെസിഫിക് പോയിന്റ്സ് എടുത്തിട്ട് സ്കെച്ച് ചെയ്ത് നോക്കുക. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഗ്രാഫ് ദി ഫംഗ്ഷൻ y is equal to x raised to 4 minus 4x cube plus 10. ആക്ച്വലി ഇവിടെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ടോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടോ ഇല്ല. y ഇൻഫിനിറ്റി ആവുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ x ഇൻഫിനിറ്റി ആവുന്നതാണ്. ആക്ച്വലി അത് അസിംപ്റ്റോട്ടായിട്ട് പറ്റില്ല. y is equal to ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫംഗ്ഷൻ ഒരു പോയിന്റ് നമുക്ക് ഒരു ലൈൻ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ എന്തില്ല? ആക്ച്വലി ഏതില്ല? ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഇല്ല. ഇനി വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എക്സ് ഏതോ ഒരു പോയിന്റിൽ എക്സിൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആവണം. ഇവിടെ എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, ലിമിറ്റ് ഇൻഫിനിറ്റി വരുന്നില്ല. അത് എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റിയിലാണ് വൈ ഇൻഫിനിറ്റി വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അവിടെ എന്തില്ല? വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഇല്ല. ഫസ്റ്റ് സ്റ്റെപ്പ് പ്രകാരം ഫൈൻഡ് y dash and y double dash. What is y dash? Y dash is equal to 4x cube minus 12x square. That is 4x square minus into x minus 3. Critical points നമുക്ക് രണ്ടെണ്ണം. Critical points means y dash is equal to 0 എന്ന പോയിന്റ്സ്. x is equal to 0യും x is equal to 3നും ഫംഗ്ഷൻ എന്താണ്? y dash എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ x is equal to 0യിലും x is equal to 3യിലും ഫംഗ്ഷൻ്റെ ടാൻജൻറ്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്, കാരണം സ്ലോപ്പ് 0 ആണ്. ഈ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ നമ്മൾ ഇൻഫ്ലക്ഷൻ കണ്ടുപിടിക്കണം. എന്നുണ്ടെങ്കിൽ y double dash 0 എന്ന പോയിന്റ്സ്, ദാറ്റ് ഈസ് 12x square minus 24x. ദാറ്റ് ഈസ് ദി ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 12x into x minus 2. ഇപ്പോൾ ഇൻഫ്ലക്ഷൻ പോയിന്റ്, പോസിബിൾ ഇൻഫ്ലക്ഷൻ പോയിന്റ്സ് x is equal to 0യും ഇത് 0 എന്ന പോയിന്റ്, x is equal to 2യും. അപ്പോൾ x is equal to 0 ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, x is equal to 0 ഹൊറിസോണ്ടൽ പോയിന്റ് ആണ്. റൈസ് ആൻഡ് ഫാൾ നോക്കുക. അതായത് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ. അപ്പോൾ നമുക്ക് പോയിന്റ്സ് ഒക്കെ കിട്ടി. 0 എടുക്കുക, 2 എടുക്കുക, 3 എടുക്കുക. ഈ പോയിന്റ്സിൽ നമ്മൾ ചെക്ക് ചെയ്താൽ മതി. സ്കെച്ച് ദി സൈൻ പാറ്റേൺ y dash ആൻഡ് യൂസ്. നമുക്ക് വൈയുടെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് y double ഡാഷും ആക്ച്വലി എന്താണ്? 0 ആണ് അറ്റ് x is equal to 0. അപ്പോൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ, അപ്പോൾ നമുക്ക് അവിടെ അത് എക്സ്ട്രീം ആണെന്ന് പറയാൻ പറ്റില്ല. x is equal to 0 കാരണം രണ്ടും y dash at 0യും y double dash at 0യും എന്താണ്? 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? അവിടെ അത് എക്സ്ട്രീം ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ y double dash at 3 നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അത് ലോക്കൽ, അതൊരു എക്സ്ട്രീം ആണെന്ന് നമുക്ക് ആക്ച്വലി കിട്ടും. ഇത് ജസ്റ്റ് ഇത് ചെക്ക് ചെയ്ത് നോക്കുക. ജസ്റ്റ് y double ഡാഷിൻ്റെ സൈന് നോക്കുക. 0യ്ക്ക് ലെഫ്റ്റിലേക്ക് y double ഡാഷിൻ്റെ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്. ഇവിടെ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ്. 4x സ്ക്വയറിൽ ലെഫ്റ്റിൽ വരുമ്പോൾ എന്താണ് സൈന്? x minus 3. പിന്നെ ഇതിൻ്റെ രണ്ടിനെയും പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ സൈൻ നോക്കുന്നത്. 4x സ്ക്വയറിൻ്റെ x minus 3 നെഗറ്റീവ് ആവുന്നു. നെഗറ്റീവ് മീൻസ് അവിടെ എന്താണ്? y dash നെഗറ്റീവ് ആണ്. y dash ആണ് വാല്യൂ. y dash നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്, താഴേക്ക്. 0യിൽ 3യിൽ നോക്കുമ്പോഴും ഫംഗ്ഷൻ വാല്യൂ 4x square into x minus 3 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അവിടെയും ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. 3ക്ക് തൊട്ട്
ത്രീൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നോക്കുക, അവിടെ ഫംഗ്ഷൻ എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ ആക്ച്വലി നെഗറ്റീവ് എഫ് വൈ ഡാഷിൻ്റെ സൈൻ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യുന്നു നിയർ ത്രീ വരുമ്പോൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. 3 ആണ് ആക്ച്വലി എന്ത്? ലോക്കൽ മിനിമം. 3 ലോക്കൽ മിനിമം ആണെന്ന് നമുക്ക് കിട്ടുന്നു. നമുക്ക് കോൺകേവിറ്റി ചെക്ക് ചെയ്യണം. കോൺകേവ് അപ്പ് ആണോ കോൺകേവ് ഡൗൺ ആണോ എന്നുള്ളത്. അതിന് ആക്ച്വലി വേണ്ടത് y ഡബിൾ ഡാഷ് ആണ്. y ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 12x ഇൻറ്റു എക്സ് മൈനസ് 2 ആണ്. 12x ഇൻറ്റു എക്സ് മൈനസ് 2 ആണ്. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്താണ്? 0 and 2 ആണ്. 0, 2, 3 എന്ന് പറയുന്ന പോയിന്റ്സിലേക്ക് എടുക്കുക. എന്താണെന്ന് നോക്കുക. y ഡബിൾ ഡാഷ് സിമിലർ ആർഗ്യുമെന്റ്, സെയിം പ്രൊസീജിയർ. 12x ഇൻറ്റു എക്സ് മൈനസ് 2ൻ്റെ സൈൻ, 12x ഇൻറ്റു എക്സ് മൈനസ് 2ൻ്റെ സൈൻ പോസിറ്റീവ് ആവുന്നെടുത്ത്. അപ്പോൾ 0ക്ക് ലെഫ്റ്റ് വശത്തേക്ക് എന്താണ്? പോസിറ്റീവാണ്, കോൺകേവ് അപ്പാണ്. 0ക്ക് റൈറ്റ് വശത്തേക്ക് എത്തുമ്പോൾ നെഗറ്റീവാണ്, അവിടെ എന്താണ്? കോൺകേവ് ഡൗൺ ആണ്. പിന്നെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ വരുന്നത് 2 ആണ്. 2ൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താവുന്നു? ആക്ച്വലി y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞ സൈൻ എന്താവുന്നു? ആക്ച്വലി പോസിറ്റീവ് ആവുന്നു, കോൺകേവ് അപ്പാവുന്നു. ഇവിടെ ഈ 2ലും 0ലും ആക്ച്വലി എന്ത് വരുന്നത്? നോക്കൂ, 2ലും 0ലാണ് കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇൻഫ്ലക്ഷൻ പോയിന്റ്സ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ആ ഒരു കോൺകേവിറ്റിയുടെ ബിഹേവിയർ നമുക്ക് ആക്ച്വലി കിട്ടി. അപ്പോൾ നമ്മൾ ഇതിനെ ജനറൽ ആയിട്ട് പ്ലോട്ട് ചെയ്യുന്നു. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനും ക്രിട്ടിക്കൽ പോയിന്റ്സും ഒക്കെ യൂസ് ചെയ്യുന്നു. 0, 2, 3. 2ഉം 0യും ഇൻഫ്ലക്ഷൻ പോയിന്റ്സ് ആണ്. 3 എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, ലോക്കൽ മിനിമം ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അവിടെ കോൺകേവ് ഡൗൺ ആണ് ഫസ്റ്റ്. 0ക്ക് ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺകേവ് ഡൗൺ. ദാറ്റ് മീൻസ് കോൺകേവ് അപ്പ് ഓർ കോൺവെക്സ് ഡൗൺ, അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ആക്ച്വലി പറയുന്നത്. ഗ്രാഫ് ഇങ്ങനെയാണ് ആക്ച്വലി വരുന്നത്. ഇവിടെ ആക്ച്വലി 0ന് ലെഫ്റ്റ് വശത്തേക്ക് നോക്കുക, റൈറ്റ് വശത്തേക്ക് നോക്കുക, കോൺകേവ് അപ്പ് ആണോ നോക്കുക. അത്രയേ ഉള്ളൂ ആക്ച്വലി ചെയ്യുന്നത്. ഇവിടെ ആക്ച്വലി കോൺകേവ് അപ്പാണ് കേട്ടോ. ഇവിടെ ജസ്റ്റ് കൊടുത്തത് മാറിപ്പോയതാണ്. ഇത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ കോൺകേവ് അപ്പാണ്, അതായത് ടാൻജൻറ്റിൻ്റെ മേലെയാണ് ഗ്രാഫ് വരിക. കോൺകേവ് ഡൗൺ ആണ്, ഇവിടെ കൊടുത്തത് എഴുതിയത് മാറിപ്പോയതാണ്. ഫംഗ്ഷൻ ഇവിടെ ഡിക്രീസിങ് ആണ്, അതാണ് ഈ സൂചിപ്പിക്കുന്നത്. ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്, ഫംഗ്ഷൻ 3 തൊട്ടാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. 3 വരെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. കോൺകേവ് അപ്പാണ്, കോൺകേവ് ഡൗൺ ആണ്. കോൺകേവ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഗ്രാഫിൻ്റെ ടാൻജൻറ്റിൻ്റെ താഴെയാണ് ഗ്രാഫ് വരിക. വീണ്ടും കോൺകേവ് അപ്പ് വന്നു, ടാൻജൻറ്റിൻ്റെ മേലെ ഗ്രാഫ് വരുന്നു. അതാണ് അപ്പോൾ ഫംഗ്ഷൻ്റെ ഒരു ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലേക്ക് ആയിരിക്കും. ഇത് 0 എന്ന് പറയുന്ന പോയിന്റ്, ഇത് 2 എന്ന് പറയുന്ന പോയിന്റ്, ഇത് 3 എന്ന് പറയുന്ന പോയിന്റ്. ഇപ്പോൾ 0ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കോൺകേവ് അപ്പാണ്. അപ്പോൾ ടാൻജൻറ്റ് എവിടെ ടാൻജൻറ്റ് വരച്ചാലും ഗ്രാഫ് മേലെയാണ് കിടക്കുക. 0 മുതൽ 2 വരെ കോൺകേവ് ഡൗൺ ആണ്. ആൻഡ് ഫംഗ്ഷൻ എവിടം വരെ? ഫംഗ്ഷൻ 0 to 3 വരെ ഡിക്രീസിങ് ആണ്. അപ്പോൾ ഫംഗ്ഷൻ ഫുൾ താഴേക്കാണ് 3 വരെ വരിക. 3 വരെ നമുക്ക് ഫംഗ്ഷൻ ഇങ്ങനത്തെ ഒരു ഫോമിലേക്കായിരിക്കും. 0 to 2 ഫംഗ്ഷൻ കോൺകേവ് ഡൗൺ ആണ്. അപ്പോൾ ടാൻജൻറ്റിൻ്റെ താഴെയാണ് ഗ്രാഫ് വരിക. പിന്നെ അഗെയിൻ കോൺകേവ് അപ്പാണ്. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടാൻജൻറ്റിൻ്റെ മേലെയാണ് എന്ത് വരിക? ഗ്രാഫ് വരിക. അപ്പോൾ ഈ ഒരു നോഷൻ വരും. ഇത് 3ൽ ലോക്കൽ മിനിമമാണ്. 3 കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യണം. ആൻഡ് കോൺകേവ് അപ്പും ആണ്. കോൺകേവ് അപ്പാണെന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ടാൻജൻറ്റിൻ്റെ എബവ് മേലേക്ക് എന്ത് വരുന്നു? ഗ്രാഫ് വരുന്നു. അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് ഫംഗ്ഷൻ മാറുന്നു. അപ്പോൾ ഇങ്ങനെ വന്നു കോൺകേവ് അപ്പ്, കോൺകേവ് ഡൗൺ, കോൺകേവ് അപ്പ് ആൻഡ് കോൺകേവ് ഡൗൺ. കോൺകേവ് അപ്പ് തന്നെയാണ് അവിടെ ആക്ച്വലി. ഇവിടെ ഇൻക്രീസിങ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു നോഷനിലേക്ക് മാറുന്നത്. ഇനി എന്ത് ചെയ്യുക? നമുക്ക് ഓരോ പോയിന്റ്സ് കണ്ടുപിടിക്കുക, സ്പെസിഫിക് പോയിന്റ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ആക്ച്വലി 0ൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കുക. 0ൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കിയിട്ട് ഫംഗ്ഷൻ അവിടെ എന്താണ്? 0, 10. 2ൽ ഫംഗ്ഷൻ്റെ വാല്യൂ -6. 3ൽ ഫംഗ്ഷൻ്റെ വാല്യൂ -17. അപ്പോൾ 3ലാണ് മിനിമം വരുന്നത്. അപ്പോൾ 0 വരെ കോൺകേവ് അപ്പാണ്. അപ്പോൾ കോൺകേവ് അപ്പ് ആൻഡ് ഡിക്രീസിങ്. അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് വരും. കറക്റ്റ് സ്പെസിഫൈ ചെയ്ത പോയിന്റ് വരണമെന്നൊന്നുമില്ല, പോയിന്റ് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. അപ്പോൾ കോൺകേവ് വീണ്ടും കോൺകേവ് ഡൗൺ ആവുന്നു. ഗ്രാഫ് ഇങ്ങനെയാണ് വരും. കോൺകേവ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ആൻഡ് ഡിക്രീസിങ് ആണ്. വീണ്ടും ഡിക്രീസ് ചെയ്യുന്നു. എവിടം വരെ ഡിക്രീസ് ചെയ്യുന്നു? 3 വരെ ഡിക്രീസ് ചെയ്യുന്നു. നമുക്ക് 2 എന്ന് പറയുന്നത് ഇൻഫ്ലക്ഷൻ പോയിന്റ് ആണ്. 2ൽ വീണ്ടും
കോൺകേവിറ്റി ചേഞ്ച് ചെയ്യണം, വീണ്ടും അവിടെ കോൺകേവിറ്റി ചേഞ്ച് ചെയ്യും, കോൺകേവ് അപ്പ് ആവുന്നു, ഇവിടെ കോൺകേവ് ഡൗൺ ആണ്, ഇവിടെ വീണ്ടും കോൺകേവ് അപ്പ് ആവുന്നു, വീണ്ടും കോൺകേവ് അപ്പ് തന്നെയാണ്. പിന്നെ ഫംഗ്ഷൻ 3 തൊട്ട് ഫംഗ്ഷൻ എന്തായി മാറണം, ഇൻക്രീസിങ് ആയിട്ട് മാറണം. അപ്പോൾ 3 - 17 തൊട്ട് ഫംഗ്ഷൻ എന്താവുന്നു, ഇൻക്രീസിങ് ആയിട്ട് കയറി പോകുന്നു. ആക്ച്വലി ഇതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ വെർട്ടിക്കലോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്സ് ഇല്ല. അസിംപ്റ്റോട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെക്കണം. ഫംഗ്ഷൻ സിമിലർലി ഇത് ഫംഗ്ഷൻ നെയ്തർ ഇൻക്രീസിങ് നെയ്തർ ഈവൻ നോർ ഓഡാണ്, ഓടും അല്ല ഈവനും അല്ല. അപ്പോൾ അല്ലാത്ത ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു മെത്തേഡ് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, നെക്സ്റ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ y = x⁵3 - 5x⁵2/3. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. സിമിലർലി എക്സും വൈയും എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകും, വൈ ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ വെർട്ടിക്കൽ അസിംപ്റ്റോട്ടും ഇല്ല, എക്സിൻ്റെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും വൈ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ടും ഇല്ല, ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടും ഇല്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഫോളോ ചെയ്യാം. ഇവിടെ ഫംഗ്ഷൻ ഈവനും അല്ല ഓടും അല്ല, ഫംഗ്ഷൻ ഈവനും അല്ല, ഫംഗ്ഷൻ ഓടും അല്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അല്ലാത്ത മെത്തേഡ് ഫോളോ ചെയ്യാം. ജസ്റ്റ് y ഡാഷ് കണ്ടുപിടിക്കുന്നു. y ഡാഷ് = 5/x x⁻⁻1/3 × x-2. ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഏതൊക്കെയാണ് വരുന്നത്? ക്രിട്ടിക്കൽ പോയിന്റ് 0ഉം x = 2 ആണ് ക്രിട്ടിക്കൽ പോയിന്റ്സ് വരുന്നത്. ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കുക. ഇന്റർസെപ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y 0 ആണ്. yനെ ജസ്റ്റ് ഫംഗ്ഷൻ മാറ്റിയാൽ മതി. x⁻²/3 x 0 ആകുമ്പോൾ, ഈ വാല്യൂ 0 ആകുമ്പോൾ y എന്ത് വരുന്നു എന്നുള്ളതാണ് ഇന്റർസെപ്റ്റ്സ് വരും. എക്സ് ഇന്റർസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് റൂട്ട്സ് കണ്ടുപിടിക്കുക. എക്സ് ഇന്റർസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫംഗ്ഷൻ y എപ്പോഴാണ് സീറോസ് ആകുന്നത്, y സീറോസ് ആകുന്ന പോയിന്റ്സ് ആണ് ഇന്റർസെപ്റ്റ്സ് ആകുന്നത്. ഇന്റർസെപ്റ്റ്സും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇന്റർസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y 0 ആവുന്ന എക്സ് പോയിന്റുകൾ, അതായത് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്സ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സീറോസ്, ഫംഗ്ഷൻ്റെ സീറോസ് ആദ്യം, ഫംഗ്ഷൻ്റെ സീറോസ് ഓർ റൂട്ട്സ് ആദ്യം കണ്ടുപിടിക്കും. y ഡാഷ് 0 ആവുന്നത് പോയിന്റ്സ് ആണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. y ഡബിൾ ഡാഷ് 0 ആവുന്ന പോയിന്റ്സ് ആണ് ഇൻഫ്ലക്ഷൻ പോയിന്റ്സ്. ചിലപ്പോൾ കോൺകേവിറ്റി ഒക്കെ ചേഞ്ച് ചെയ്യുന്ന പോയിന്റ്സ് y ഡബിൾ ഡാഷ് 0 ആവുന്ന പോയിന്റ്സ് ആണ്. നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് 0, 2 കണ്ടുപിടിച്ചു. y ഡബിൾ ഡാഷ് 0 ആവുന്ന പോയിന്റ്സ് ഇൻഫ്ലക്ഷൻ പോയിന്റ്സ് x = 0 ആൻഡ് x = -1. x = 0 ആൻഡ് x = -1 എന്ന് പറയുന്ന പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻസും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ്സിലാണ് ആക്ച്വലി എന്ത് വരുന്നത്, ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ചെക്ക് ചെയ്ത് നോക്കുക. 0 ഉം 2 ആണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. 0 ഉം 2ലും ഫംഗ്ഷൻ്റെ വാല്യൂ y ഡാഷിൻ്റെ വാല്യൂ എന്താണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. 0ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ y ഡാഷിൻ്റെ വാല്യൂ ആക്ച്വലി എന്താവുന്നു, പോസിറ്റീവ് ആവുന്നു. 0ൻ്റെയും 2ൻ്റെ ഇടയ്ക്ക് y ഡാഷിൻ്റെ വാല്യൂ ആക്ച്വലി എന്താവുന്നു, നെഗറ്റീവ് ആവുന്നു. നെഗറ്റീവ് ആകുമ്പോൾ ഡിക്രീസിങ് ആവും. ഇത് റൈസ് ആണ്, ഇൻക്രീസിങ്. ഇത് ഡിക്രീസിങ് ആവുന്നു. ആൻഡ് എന്താവുന്നു, 2 തൊട്ട് എന്താവുന്നു ആക്ച്വലി ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുന്നു. ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ y ഡാഷ് = 5/3 × x⁻⁻1/3 ആണ്. 1/x⁻1/3 ആണ്. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആവുന്ന പോയിന്റ്സ് മാത്രമാണോ? അല്ല, എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ്സും ഉണ്ട്. y ഡാഷ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ്, ഇവിടെ ആക്ച്വലി y ഡാഷ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് അറ്റ് x = 0 എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ സ്ലോപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷാർപ്പ് എഡ്ജ് ആവാനുള്ള സാധ്യതയുണ്ട്. അതൊരു ഷാർപ്പ് എഡ്ജ് ആയിരിക്കും, കാരണം അവിടെ ഇൻഫിനിറ്റ്ലി മെനി ടാൻജൻസ് വരയ്ക്കാം. x = 0 y ഡാഷ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് ആണത്. പക്ഷേ അവിടെ ഒരു ഗ്രാഫിൻ്റെ പോർഷൻ എന്ന് പറഞ്ഞത് ഷാർപ്പ് എഡ്ജ് ആയിരിക്കാം, കാരണം y ഡാഷ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് x = 0. ആ ഒരു പോയിന്റാണ് ആക്ച്വലി ഇവിടെ നമ്മൾ ഇത് എഴുതുന്നത്, y ഡാഷ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നു, y ഡാഷിൻ്റെ സൈൻ അനുസരിച്ച് 0ലും 2ൻ്റെയും ലെഫ്റ്റിലും റൈറ്റിലും ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ 0 വരെ ഇൻക്രീസിങ്, -∞ to 0 വരെ ഇൻക്രീസിങ്. 0ൽ ചിലപ്പോൾ ഒരു ഷാർപ്പ് എഡ്ജ് വന്നേക്കാം, കാരണം y ഡാഷ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. വീണ്ടും 0 to 2ൽ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്നു. 0 to 2 വരെ ഫംഗ്ഷൻ ഡിക്രീസ് ആവുന്നു. അപ്പോൾ 2 to ഇൻഫിനിറ്റിയിൽ ഫംഗ്ഷൻ വീണ്ടും ഇൻക്രീസിങ് ആവുന്നു. അപ്പോൾ y ഡാഷിൻ്റെ സൈൻ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് 2 എന്ന് പറയുന്നത് ലോക്കൽ മിനിമം ആയിരിക്കും. അവിടെ എന്തായിരിക്കും, ഒരു മിനിമം പോയിന്റിൽ ഫംഗ്ഷൻ നിൽക്കണം. ഇനി നമ്മൾ കോൺകേവിറ്റി ആണ് ചെക്ക് ചെയ്യുന്നത്. കോൺകേവിറ്റി ചെക്ക് ചെയ്യാനായിട്ട് y ഡബിൾ ഡാഷ് ആണ് എടുക്കുന്നത്. y ഡബിൾ ഡാഷ് നോക്കുക, കോൺകേവിറ്റീൻ്റെ ഇൻഫ്ലക്ഷൻ പോയിന്റ്സ് 0 ഉം -1 ആണ്. ജസ്റ്റ് നമ്മൾ അതേപടി ചെക്ക് ചെയ്ത് നോക്കുക.
-1 0. y ഡബിൾ ഡാഷ് നെഗറ്റീവ് ആകുമ്പോൾ കോൺകേവ് ഡൗൺ, y ഡബിൾ ഡാഷ് പോസിറ്റീവ് ആകുമ്പോൾ കോൺകേവ് അപ്പ്. ഇതാണ് ആക്ച്വലി y ഡബിൾ ഡാഷ് 10/9 ഇൻറ്റു x⁻⁴/3 ഇൻറ്റു x+1. അപ്പോൾ ഇൻഫ്ലക്ഷൻ പോയിന്റ് -1ൻ്റെ ലെഫ്റ്റ് വരെ കോൺകേവ് ഡൗൺ ആണ്. കോൺകേവ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ടാൻജൻറ്റിൻ്റെ താഴെ ആയിരിക്കും ഗ്രാഫ്. വീണ്ടും കോൺകേവ് അപ്പ് ആവുന്നു, ടാൻജൻറ്റിൻ്റെ മേലെ ഗ്രാഫ് വരുന്നു 0 വരെ. 0ക്ക് ശേഷവും എന്താണ്? കോൺകേവ് അപ്പാണ്. അപ്പോൾ നമ്മൾ കോൺകേവ് അപ്പും ചെക്ക് ചെയ്ത് നോക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഫ്രം ദി സൈൻ പാറ്റേണിൽ നമുക്ക് എന്ത് കിട്ടുന്നു? y ഡബിൾ ഡാഷ് വി സീ ദാറ്റ് ദർ ഇസ് എൻ ഇൻഫ്ലക്ഷൻ പോയിന്റ് x is equal to -1 ബട്ട് നോട്ട് x is equal to 0. അപ്പോൾ x is equal to 0യിൽ കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടോ? x is equal to 0യിൽ കോൺകേവിറ്റി, ഇതും കോൺകേവ് അപ്പാണ്, ഇതും കോൺകേവ് അപ്പാണ്. അപ്പോൾ കോൺകേവിറ്റി 0യിൽ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ കോൺകേവിറ്റി അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്തും കോൺകേവ് അപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 തൊട്ട് ഇൻഫിനിറ്റി വരെ ടാൻജൻറ്റിൻ്റെ മേലെയാണ് ആക്ച്വലി ഗ്രാഫ് വരിക. ടാൻജൻറ്റിൻ്റെ മേലെയാണ് ആക്ച്വലി ഗ്രാഫ് വരിക. ഇനി നമ്മൾ ആക്ച്വലി എന്ത് ചെക്ക് ചെയ്ത് നോക്കുന്നു? ഫംഗ്ഷൻ എന്തായാലും കണ്ടിന്യൂസ് ആണ്. x 0യിലേക്ക് പോകുമ്പോൾ x 0യിൽ എന്താവുന്നു? 0യിൽ y ഡാഷ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ കോൺകേവിറ്റി ഡസ് നോട്ട് ചേഞ്ച്. 0യിൽ കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല, കാരണം കോൺകേവ് അപ്പ് കോൺകേവ് 0 വീണ്ടും കോൺകേവ് ഡൗൺ ആവുന്നില്ല. അപ്പോൾ 0യിൽ കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. 0യിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല? y ഡാഷ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു ഷാർപ്പ് എഡ്ജ് ആയേക്കാം. ഇനി നമ്മൾ ജസ്റ്റ് എല്ലാ പോയിന്റ്സും ചെക്ക് ചെയ്ത് നോക്കുന്നു. ഇൻഫ്ലക്ഷൻ പോയിന്റ്സും ക്രിട്ടിക്കൽ പോയിന്റ്സും ഒക്കെ നമ്മൾ എഴുതി നോക്കും. ഇൻഫ്ലക്ഷൻ പോയിന്റ്സ് -1 0 ആണ്, ക്രിട്ടിക്കൽ പോയിന്റ്സ് 0 2 ആണ്. അപ്പോൾ -1 ഇൻക്രീസിങ് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇൻക്രീസിങ്ങിൻ്റെ ഒക്കെ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞു. 0 വരെ ഇൻക്രീസിങ്, 0 to 2 വരെ ഡിക്രീസിങ്, 2 to ഇൻഫിനിറ്റി വരെ ഇൻക്രീസിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മളിവിടെ ജസ്റ്റ് ഇത് 0 to 2 വരെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്, 0 വരെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, 2 to ഇൻഫിനിറ്റി വരെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. അപ്പോൾ നമ്മൾ അതിവിടെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? കോൺകേവിറ്റി ആണ്. -1 വരെ, -ഇൻഫിനിറ്റി മുതൽ -1 വരെ കോൺകേവ് ഡൗൺ ആണ്. ഗ്രാഫ് ടാൻജൻറ്റിൻ്റെ താഴെ ആയിരിക്കണം. ഇതാണ് -1, ഇതാണ് 0, ഇതാണ് 2. അപ്പോൾ എന്താവുന്നു? -1 വരെ ഗ്രാഫിൻ്റെ ടാൻജൻറ്റ് എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും. കോൺകേവ് ഡൗൺ ആയതുകൊണ്ട് ഈ ഒരു ഭാഗം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. വീണ്ടും എന്താവുന്നു? കോൺകേവ് അപ്പ് ആവുന്നു -1 തൊട്ട് 0 വരെ. അപ്പോൾ -1 തൊട്ട് 0 വരെ എന്താവുന്നു? കോൺകേവ് അപ്പ് ആവുന്നു. 0 ഒരു ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ 0 ഒരു ഫംഗ്ഷൻ എന്തായിരിക്കും? ഷാർപ്പ് എഡ്ജ് ആയിരിക്കും. ഇൻഫിനിറ്റ്ലി മിനി ടാൻജൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഷാർപ്പ് എഡ്ജ് കിട്ടുന്നു. വീണ്ടും എന്താവുന്നു? കോൺകേവ് അപ്പ് ആണ്. നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫിൻ്റെ മേലെ ആയിരിക്കണം ആക്ച്വലി, ടാൻജൻറ്റിൻ്റെ മേലെ ആയിരിക്കണം ആക്ച്വലി ഗ്രാഫ്. ഇവിടെയൊക്കെ ടാൻജൻറ്റിൻ്റെ മേലെ വരച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ മസ്റ്റ് ബി ഡിക്രീസിങ്. 2 വരെ ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസിങ് ആണ്. ഇതാണ് 2 എന്ന് പറയുന്ന പോയിന്റ്. 2 എന്ന് പറഞ്ഞ പോയിന്റിലെ ഫംഗ്ഷൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഇങ്ങനെ വരയ്ക്കുമ്പോൾ ആക്ച്വലി കോൺകേവ് ഡൗൺ ആണ്, കോൺകേവ് അപ്പാണ് ആൻഡ് ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. 2 to ഇൻഫിനിറ്റിയിൽ ഫംഗ്ഷൻ വീണ്ടും കോൺകേവ് അപ്പാണ് ആൻഡ് എന്ത് വരുന്നു? ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഫംഗ്ഷൻ വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. 2 to ഇൻഫിനിറ്റിയിൽ കോൺകേവ് അപ്പാണ്. ടാൻജൻറ്റിൻ്റെ മേലെ തന്നെയാണ് ആക്ച്വലി എന്ത് വരുന്നത്? ഗ്രാഫ് വരുന്നത്. നമ്മൾ ഓൾറെഡി ഇൻ്റർസെപ്റ്റ്സ് ഒക്കെ കണ്ടുപിടിച്ച് വെച്ചു, റൂട്ട്സ് കണ്ടുപിടിച്ച് വെച്ചിരുന്നു. x is equal to 0യിൽ y എന്ന് പറയുന്നത് x ആക്സിസ് ആയിട്ട് മീറ്റ് ചെയ്യും, x is equal to 5ലും അത് മീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇനി ഗ്രാഫ്, ഈ ഒരു ഗ്രാഫിൻ്റെ ജനറൽ ഷേപ്പിലേക്ക് നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. -ഇൻഫിനിറ്റി -1 തൊട്ട് 0 വരെ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ജസ്റ്റ് ആ പോയിന്റ്സ് കണ്ടുപിടിക്കുന്നു. -1 6 ആൻഡ് 0യിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0 തന്നെയാണ്, 5ലും ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. കാരണം 5ഉം 0 ആണ് ഫംഗ്ഷൻ എന്ത്? ഫംഗ്ഷൻ്റെ സീറോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ടുമാണ് y ഇൻ്റർസെപ്റ്റ്സ്. അപ്പോൾ x ആക്സിനെ ക്രോസ് ചെയ്യുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ്. ഇനി ലോക്കൽ മിനിമം വരുന്നത് 2ലാണ്. അപ്പോൾ 2ൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -4.8 ആണ്. 2ൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -4.8 ആണ്. -4.8 ആൻഡ് 0യിൽ ഫംഗ്ഷൻ 0 0 തന്നെയാണ്. അപ്പോൾ ഫംഗ്ഷൻ എന്തായിരിക്കും? അവിടെ ഷാർപ്പ് എഡ്ജും ആണ്. y ഡാഷ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. അപ്പോൾ അവിടെ ഒരു ഷാർപ്പ് എഡ്ജും ആയിരിക്കുന്നു. ഇത് പോകുന്നു, ജസ്റ്റ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. ഈ ഒരു ഫോമിലേക്ക് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. ജസ്റ്റ് ഇവിടെ 2ൽ ഫംഗ്ഷൻ എന്താവുന്നു? മിനിമം ആയിട്ട് വരുന്നു. അവിടുത്തെ ടാൻജൻറ്റ് എന്ത്? x ആക്സിന് പാരലാണ്. കാരണം y ഡാഷ് 2 എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്.
അപ്പം നമുക്ക് എന്ത് കിട്ടുന്നു? ഗ്രാഫ് ഇങ്ങനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഈ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. വാട്ട് ഈസ് കസ്പ് എന്ന് പറയുന്ന പോയിന്റ്? കസ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ്സ് എന്താണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. The graph of a continuous function y is equal to f of x has a cusp at a point x is equal to c. x is equal to c യിൽ അതിനെ നമുക്ക് കസ്പ് എന്ന് വിളിക്കണമെങ്കിൽ if the concavity is the same on both sides of c and either limit extend to c f dash of x is equal to infinity or f dash of x is equal to minus infinity, or അത് ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ ആവാം. അതിൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ ആണെന്ന് പറഞ്ഞാൽ അതൊരു ഷാർപ്പ് എഡ്ജ് ആയിരിക്കണം. കസ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഷാർപ്പ് എഡ്ജ് ആയിരിക്കണം. പിന്നെ എന്ത് ചെയ്യണം? കോൺകേവിറ്റി എന്താകാൻ പാടില്ല, രണ്ട് ഭാഗത്തും സെയിം ആയിരിക്കണം. കോൺകേവിറ്റി ചേഞ്ച് ചെയ്യാൻ പാടില്ല. കസ്പ് എന്ന് പറഞ്ഞ പോയിന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവിടെ കോൺകേവിറ്റി ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇവിടെ നമുക്ക് 0 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? കസ്പാണ്. 0ന്റെ ലെഫ്റ്റ് വശത്തും 0ന്റെ റൈറ്റ് വശത്തും ടാൻജന്റിന്റെ കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. 0ന്റെ ലെഫ്റ്റ് വശത്തും 0ന്റെ റൈറ്റ് വശത്തും ആക്ച്വലി എന്താവുന്നില്ല? കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ കോൺകേവിറ്റി ചേഞ്ചും ചെയ്യുന്നില്ല, ഡെറിവേറ്റീവ് എക്സിസ്റ്റും ചെയ്യുന്നില്ല. ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഷാർപ്പ് എഡ്ജ് ആയിരിക്കണം. അവിടെ എന്ത് ചെയ്യുന്നില്ല? കോൺകേവിറ്റി ചേഞ്ചും ചെയ്യുന്നില്ല, കോൺകേവിറ്റി മാറുന്നുമില്ല. y ഡബിൾ ഡാഷ് ഒന്നില്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും രണ്ട് വശത്തും, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. കോൺകേവിറ്റി ചേഞ്ചും ചെയ്യുന്നില്ല, ഡെറിവേറ്റീവ് എക്സിസ്റ്റും ചെയ്യുന്നില്ല. ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തില്ല? അതൊരു ഷാർപ്പ് എഡ്ജ് ആയിരിക്കണം. ആ പോയിന്റ്സിനെയാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? കസ്പ് എന്ന് പറയുന്നത്. കസ്പ് എന്ന് പറയുന്നത് ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ആക്ച്വലി കസ്പ് എന്ന് പറഞ്ഞ പോയിന്റ് ആയിട്ട് പറയുന്നത്. നമുക്കിനി വേറെ അസിംപ്റ്റോട്ട്സ് ഒക്കെ വരുന്ന ഒരു പ്രോബ്ലം കൂടി ചെയ്തു നോക്കാം. സ്കെച്ച് ദി ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 1/x. എക്സ് മൈനസ് 1/x ആണ് ഗ്രാഫ്. ഇവിടെ ആക്ച്വലി ഫംഗ്ഷൻ ഈവൻ ആണോ ഫംഗ്ഷൻ ഓഡ് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 1/x, ദാറ്റ് ഈസ് മൈനസ് എഫ് ഓഫ് എക്സ്. ഫംഗ്ഷൻ ഈസ് ഓഡ്. അപ്പോൾ ഫംഗ്ഷൻ ഓഡ് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു വശം മാത്രം ചെക്ക് ചെയ്താൽ മതി. ഈ ഒരു വശം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അതേ മിറർ ഇമേജ് ആയിട്ട് തേർഡ് ക്വാഡ്രന്റിൽ ഈ ഒരു സെക്ഷനെ മിറർ ഇമേജ് ആയിട്ട് തേർഡ് ക്വാഡ്രന്റിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ആദ്യത്തെ പാർട്ട് ക്ലിയർ ആയി. ഇനി എഫ് ഡിഫൈൻഡ് ആവാത്ത പോയിന്റ് ചെക്ക് ചെയ്യുക. എഫ് ഡിഫൈൻഡ് ആവാത്തത് 0ലാണ്. എഫ് ഈസ് നോട്ട് ഡിഫൈൻഡ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. For x is small and positive, minus 1/x is large magnitude and negative in sign. So x minus 1/x is large and negative as well. അപ്പോൾ എന്താവുന്നു? എക്സ് 0ൽ ആക്ച്വലി എക്സ് ഇസ് ഈക്വൽ ടു 0 അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കുക. ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എക്സ് 0ന്റെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ആക്ച്വലി ഇത് വരുന്നു ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0 എക്സ് മൈനസ് 1/x എന്ന് പറയുന്നത് ആക്ച്വലി ഇത് വരുന്നു മൈനസ് ഇൻഫിനിറ്റി വരുന്നു. ഇവിടെ 0 വരുന്നു, മൈനസ് ഇൻഫിനിറ്റി വരുന്നു. മൈനസ് ഇൻഫിനിറ്റി വരുന്നത് കൊണ്ട് എന്ത് വരുന്നു? ആക്ച്വലി ഗ്രാഫ് y ഈസ് ഈക്വൽ ടു 0. y ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിട്ട് വരുന്നു? ഒരു വെർട്ടിക്കൽ അസിംപ്റ്റോട്ടായി. എക്സ് ഇസ് ഈക്വൽ ടു 0 ഒരു വെർട്ടിക്കൽ അസിംപ്റ്റോട്ടായിട്ട് വരുന്നു. 0ൽ ആക്ച്വലി ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0 വെർട്ടിക്കൽ അസിംപ്റ്റോട്ടാണ്. എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ആക്സിസ്. അപ്പോൾ y ആക്സിസും ഈ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് y ആക്സിസും ഗ്രാഫും തമ്മിലുള്ള ഡിഫറൻസ് കുറേ കഴിയുമ്പോൾ എന്തായിരിക്കണം? 0 ആയിരിക്കും. 0 എന്നല്ല, വളരെ മൈന്യൂട്ട് ആയിരിക്കും, വളരെ കുറച്ചായിരിക്കണം. അപ്പോൾ എന്ത് കിട്ടി? നമുക്കൊരു വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് കിട്ടി. ആൻഡ് ഫംഗ്ഷൻ ഓഡ് ആണെന്നും കിട്ടി. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? f of x is equal to x minus 1/x lies below the line. y is equal to x എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ, കാരണം എക്സിനേക്കാട്ട് ചെറുതാണ് ആക്ച്വലി ഏത്? 1/x. എക്സിൽ നിന്ന് കുറച്ച് പോകുന്നത്. അപ്പോൾ y is equal to എക്സിനേക്കാട്ട് താഴെയാണ് ആക്ച്വലി ഏത് വരിക? x minus 1/x എന്ന് പറഞ്ഞാൽ. അപ്പോൾ y is equal to x എന്ന് പറഞ്ഞാൽ ആ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിനോട് ജസ്റ്റ് താഴെയായിട്ടാണ് ആക്ച്വലി ഏത് വരിക? x minus 1/x എന്ന് പറയും. അപ്പോൾ അതിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ആക്ച്വലി y is equal to എക്സും എന്തായിട്ട് മാറുന്നു? അവിടെ അസിംപ്റ്റോട്ടായിട്ട് മാറുന്നു. അപ്പോൾ y is equal to എക്സ്
എന്ന് പറഞ്ഞാൽ ലൈൻ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാലും കുറേ കഴിയുമ്പോൾ എന്ത് വരും, ഈ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വളരെ മൈന്യൂട്ടായിട്ട് വരും. ഇപ്പോൾ y = x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻസ്, അങ്ങനെയുള്ള ലൈൻസിനൊക്കെ അസിംപ്റ്റോട്ട്സ് എന്നാണ് പറയുക. അത് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ആവുന്നത് എന്താണ്, x = സം പോയിന്റിൽ വരുമ്പോഴും, പിന്നെ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആവുന്നത് y = സം പോയിന്റ്സ് എന്ന് പറയുന്ന പോയിന്റ്സിലാണ്. അല്ലാത്ത അസിംപ്റ്റോട്ട്സും വരാമെന്നുള്ളതിൻ്റെ എക്സാമ്പിളാണിത്. കാരണം എക്സിൽ നിന്ന് കുറച്ച് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു പോയിന്റ് കുറച്ച് പോവുകയാണ്. അപ്പോൾ y = x താഴെയാണ് ഈ ഗ്രാഫ് വരിക. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ പറയാൻ പറ്റുന്നത്. ഇനി വാട്ട് ഈസ് f dash x? f dash x ഈസ് ആക്ച്വലി ഈക്വൽ ടു 1 + 1/x². 1 + 1/x². 1 + 1/x² എന്നാണ് ഫംഗ്ഷൻ. 1 + 1/x² എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എപ്പോഴും എന്താണ്, x² ഓൾവേസ് പോസിറ്റീവ് ആയതുകൊണ്ട് 1/x² പോസിറ്റീവാണ്, +1 ആണ്, എപ്പോഴും പോസിറ്റീവാണ്. എപ്പോഴും പോസിറ്റീവ് ആയതുകൊണ്ട് ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ആണ്. f dash ഓൾവേസ് ഇൻക്രീസിങ് ആണ്. മാക്സിമോ മിനിമോ ഇവിടെ ആക്ച്വലി വരുന്നില്ല. കാരണം ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആറാണ് നമ്മൾ എടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെന്ന് കിട്ടുന്നു, ആക്ച്വലി എന്ത് വരുന്നില്ല, ഫംഗ്ഷൻ ആക്ച്വലി എന്ത് വരുന്നില്ല, മാക്സിമോ മിനിമോ വരുന്നില്ല. കാരണം ഇത് 0 എന്ന പോയിന്റ്സ് വരുന്നില്ല. f dash x 0 എന്ന പോയിന്റ്സ് വരുന്നില്ല. കാരണം ഇത് 0 ആവണമെന്നുണ്ടെങ്കിൽ 1 + 1/x² = 0 implies 1 = -1/x². ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ ഇത് 0 ആയിട്ട് വരുന്നില്ല. ഫംഗ്ഷൻ ഓൾവേസ് ഇൻക്രീസിങ് ആണ്, മാക്സിമോ മിനിമോ ഇല്ല, ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് 0-ൽ ഫംഗ്ഷൻ ഡിഫൈൻഡും അല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 0-ൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിംപ്റ്റോട്ടാണ് വരുന്നത്, x = 0. What is f double dash of x? f double dash of x is actually equal to -2/x³. -2/x³ എന്ന് പറഞ്ഞാൽ which is negative for x നെഗറ്റീവ് ആകുമ്പോൾ എന്താകുന്നു, ഫംഗ്ഷൻ f double dash x എന്താകുന്നു, പോസിറ്റീവ് ആകുന്നു. x നെഗറ്റീവ് ആകുമ്പോൾ ഫംഗ്ഷൻ പോസിറ്റീവ് ആകുന്നു. ആൻഡ് x പോസിറ്റീവ് ആകുമ്പോൾ ഫംഗ്ഷൻ എന്താവുന്നു, x പോസിറ്റീവ് ആകുമ്പോൾ ഫംഗ്ഷൻ എന്താവുന്നു, y ഡബിൾ ഡാഷ് എന്താവുന്നു, f ഡബിൾ ഡാഷ് നെഗറ്റീവ് ആവുന്നു. കാരണം x³ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ ഓൾറെഡി ഒരു നെഗറ്റീവ് സൈൻ ഉള്ളത് കൊണ്ട് f ഡബിൾ ഡാഷ് എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കോൺകേവ് ഡൗൺ ആയിരിക്കും. നമ്മൾ 0 to ∞ ചെക്ക് ചെയ്യുന്നുള്ളൂ. കാരണം ഫംഗ്ഷൻ ഓഡ് ആയതുകൊണ്ട് ഇതിൻ്റെ നേരെ മിറർ ഇമേജ് ആയിരിക്കും തേർഡ് ക്വാഡ്രൻറ്റിൽ വരിക. അതുകൊണ്ടാണ് നെഗറ്റീവ് വാല്യൂസ് നമ്മൾ ചെക്ക് ചെയ്യാത്തത്. അപ്പോൾ ഇവിടുത്തെ മാത്രം ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 0 to ∞ x പോസിറ്റീവ് ആകുമ്പോൾ f ഡബിൾ ഡാഷ് എപ്പോഴും നെഗറ്റീവ് ആയിട്ടാണ് വരും. കാരണം ഓൾറെഡി പുറത്തൊരു നെഗറ്റീവ് സൈൻ ഉണ്ട്. അപ്പോൾ അതെപ്പോഴും എന്തായിരിക്കും, <0 ആയിരിക്കും. അത് കോൺകേവ് ഡൗൺ ആയിരിക്കും. അപ്പോൾ കോൺകേവ് ഡൗൺ ആണ് അവിടെ ഫംഗ്ഷൻ വരുന്നത്. ഇനി നമ്മൾ ഇൻ്റർസെപ്റ്റ്സ് കണ്ടുപിടിക്കുക. x - 1/x റൂട്ട് ഏതൊക്കെയാണ്? x = 1-ൽ എന്താവുന്നു, ഫംഗ്ഷൻ 0 ആവുന്നു. x = 1-ൽ ഫംഗ്ഷൻ 0 ആവുന്നതുകൊണ്ട് നമുക്ക് x = 1 ആണ് ആക്ച്വലി എന്ത് എന്ന് വരുന്നത്, റൂട്ടായിട്ട് വരുന്നത്, ഫംഗ്ഷൻ്റെ 0 ആയിട്ട് വരുന്നത്. x = 1-ൽ ഫംഗ്ഷൻ x ആക്സിസ് ക്രോസ് ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രാഫ് വരയ്ക്കാൻ ശ്രമിക്കുക. കാരണം ഇവിടെ അസിംപ്റ്റോട്ട്സ് വരുന്നതുകൊണ്ട് ഇവിടെ അസിംപ്റ്റോട്ട്സ് വരുന്നതുകൊണ്ട് ഫംഗ്ഷൻ ഇങ്ങനെ വരുന്നു. 1-ൽ ഫംഗ്ഷൻ എന്തിനെ ക്രോസ് ചെയ്യുന്നു, x ആക്സിനെ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് ഫംഗ്ഷൻ ഇവിടെ 0 വരുന്നു. അപ്പോൾ പിന്നെ ഫംഗ്ഷൻ എന്താണെന്ന് തന്നിട്ടുണ്ട്, കോൺവെക്സ് ഡൗൺ ആണെന്നുള്ളത് കൊണ്ട് ടാൻജൻറ്റിൻ്റെ താഴെയായിരിക്കും ഫംഗ്ഷൻ വരിക, കോൺവെക്സ് ഡൗൺ. ആൻഡ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഇൻക്രീസിങ്. ഇവിടുന്ന് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കോൺവെക്സ് ഡൗൺ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഇതിൻ്റെ മിറർ ഇമേജ് ആയിട്ട് ഫംഗ്ഷൻ എവിടെ വരുന്നു, ഫംഗ്ഷൻ ഓഡ് ആയതുകൊണ്ട് y = x ഇതേപോലെ y = x നമുക്കറിയാം ഒരു അസിംപ്റ്റോട്ടാണ്. y = x എന്ന് പറഞ്ഞ അസിംപ്റ്റോട്ടിനെ സെയിം സാധനമായിട്ട് എങ്ങനെ വരുന്നു, ഇതേപോലെ ഇതിൻ്റെ ഒരു മിറർ ഇമേജ് ആയിട്ട് ഫംഗ്ഷൻ ഓഡ് ആയതുകൊണ്ട് -∞ 0-ൽ ഫംഗ്ഷൻ നമ്മൾ വരയ്ക്കുന്നു. ഇവിടെ മാത്രമേ നമ്മൾ ഫംഗ്ഷൻ ആദ്യം കൺസിഡർ ചെയ്യുന്നുള്ളൂ. കാരണം ഫംഗ്ഷൻ ഓഡ് ആയതുകൊണ്ട് ഇതിൻ്റെ മിറർ ഇമേജ് എടുത്താൽ മതി ശരിക്കും. ആക്ച്വലി y = x എന്ന് പറയുന്ന ഒരു അസിംപ്റ്റോട്ട് കിട്ടുന്നു, y ആക്സിസ് x = 0 എന്ന് പറയുന്ന അസിംപ്റ്റോട്ട് കിട്ടുന്നു. കോൺകേവിറ്റി എവിടെയാണെന്ന് ചെക്ക് ചെയ്യുന്നു, ഇൻ്റർസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട്സ് ചെക്ക് ചെയ്യുന്നു. ഫംഗ്ഷൻ എവിടെയാണ് x ആക്സിസിനെ ക്രോസ് ചെയ്യുന്നത് അത് ചെക്ക് ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു, ആൻസർ കിട്ടുന്നു. ഇങ്ങനെയാണ് ജസ്റ്റ് ഈ ഒരു അസിംപ്റ്റോട്ട്സ് ഒക്കെ വരുന്ന ഗ്രാഫ്സിൻ്റെ ഇത് കണ്ടുപിടിക്കുക. സെയിം പ്രൊസീജിയർ നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടി നോക്കാം. സ്കെച്ച് ദി ഗ്രാഫ് ഓഫ് f of x =
എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ, എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ് നമ്മുടെ ഗ്രാഫ്. ഫംഗ്ഷൻ എന്താണെന്ന് നോക്കുക, ഈവൻ ആണോ ഓഡാണോ എന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക. ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടുന്നു, മൈനസ് എഫ് ഓഫ് എക്സ് ഓഡാണ്. അപ്പോൾ നമ്മൾ 0 to ഇൻഫിനിറ്റിയിൽ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. 0 to ഇൻഫിനിറ്റിയിൽ ചെക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മിറർ ഇമേജ് എടുത്താൽ മതി. ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവുന്നില്ല, 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഫംഗ്ഷൻ എല്ലാ പോയിന്റിലും എക്സിസ്റ്റ് ചെയ്യുന്നു, ഡിഫൈൻ ചെയ്യുന്നു. 1 പ്ലസ് എക്സ് സ്ക്വയർ, എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ, ഇതിനെപ്പോഴാണ് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് ഉണ്ടാവുക? വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ 1/0 ഫോം ആയിരിക്കണം. 1 പ്ലസ് എക്സ് സ്ക്വയർ ഒരിക്കലും 0 ആവാത്തതുകൊണ്ട് ഇതിനെന്തില്ല, വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് ഇല്ല. വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് ഒന്നും തന്നെ ഇല്ല, വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് ഇല്ല. ദെൻ എഫ് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനിങ്ങനെ റീഅറേഞ്ച് ചെയ്ത് 1/x പ്ലസ് 1/x, 1/x പ്ലസ് 1/x. 1/x ലാർജർ ആകുമ്പോൾ 1/x ബിക്കംസ് സ്മോൾ ആൻഡ് എക്സ് ബിക്കംസ് ലാർജ്. അതായത് എക്സ് ലാർജ് ആകും, എക്സ് വലിയ വാല്യൂസ് നോക്കുമ്പോൾ 1/x എങ്ങോട്ട് പോകുന്നു, ആക്ച്വലി 0ലേക്ക് പോകും. അപ്പോൾ ആക്ച്വലി എന്താകുന്നു, എഫ് ഓഫ് എക്സ് ലുക്സ് ലൈക്ക് 1/x പ്ലസ് 0. എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗം എന്താവുന്നു, 0 ആവും. 1/x എന്ന് പറഞ്ഞാൽ ഫോം തന്നെയാണ് വരിക. 1/x എന്ന് പറഞ്ഞാൽ എക്സ് ലാർജ് ആകുമ്പോഴാണ് ഇത് സംഭവിക്കുക. എക്സ് ലാർജ് ആകുമ്പോൾ, എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ആക്ച്വലി y എങ്ങോട്ടേക്ക് തന്നെ പോകും, 0ലേക്ക് ലിമിറ്റ് പോകും. എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗം 1/x എന്ന് പറയുന്ന ഭാഗം 0 ആവുന്നു. പിന്നെ അഗെയിൻ ബാക്കി വരുന്നത് 1/x ആണ്. അപ്പോൾ ആ ദാറ്റ് 1/x ഓൾസോ ഗോസ് ടു എങ്ങോട്ടേക്ക് പോകും, 0. അപ്പോൾ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോഴുള്ള പോയിന്റ്സ് ആണ് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്. അപ്പോൾ y ഈസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്, ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടാണ്. അപ്പോൾ എക്സ് ആക്സിസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫംഗ്ഷൻ എങ്ങോട്ട് അടുക്കണം, ഫംഗ്ഷൻ എക്സ് ആക്സിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫംഗ്ഷനും എക്സ് ആക്സും തമ്മിലുള്ള ആ ഡിഫറൻസ് വളരെ കുറഞ്ഞിരിക്കണം. അതാണ് ഇവിടെ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് എന്ത് പ്രൊസീജിയർ കണ്ടുപിടിക്കുന്നു, f'(x) കണ്ടുപിടിക്കുന്നു. f'(x) ഇങ്ങനെ ഒരു പ്രൊസീജിയറിൽ കണ്ടുപിടിക്കുന്നു. ക്രിട്ടിക്കൽ പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുന്നു. അതിൻ്റെ എഫ് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നുള്ളത് ഇൻ്റർവെൽസ് വെച്ച് കണ്ടുപിടിക്കുന്നു. ദെൻ കോൺകേവിറ്റിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷന് വേണ്ടി ആക്ച്വലി നമ്മൾ ഏത് കണ്ടുപിടിക്കുന്നു, f'' കണ്ടുപിടിക്കുന്നു. അപ്പോൾ കോൺകേവ് അപ്വേർഡ് ആണോ കോൺകേവ് ഡൗൺവേർഡ് ആണോ എന്നുള്ളത് f''ൻ്റെ സൈന് നോക്കിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ അങ്ങനെയൊക്കെ ഡിസൈഡ് ചെയ്യും. അങ്ങനെയൊക്കെ ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ ആക്ച്വലി എന്ത് കിട്ടുന്നു, ആക്ച്വലി ഗ്രാഫിൻ്റെ ഒരു ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോമാണെന്നുള്ളത് നമുക്ക് കിട്ടുന്നു. ഇൻ്റർസെപ്റ്റും ഇൻക്രീസിങ്ങും കോൺകേവിറ്റിയും ഒക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഫോമിലേക്ക് നമുക്ക് ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സ്പെസിഫിക് പോയിന്റ്സ് ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പെസിഫിക് പോയിന്റ്സ് ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഗ്രാഫിൻ്റെ ഒരു പ്ലോട്ട് ഇങ്ങനെയാണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് വരയ്ക്കുന്നു. കാരണം ഇവിടെ കണ്ടില്ലേ, എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടാണ്. എക്സ് ആക്സിസ് ഇങ്ങനെ പോകുന്തോറും ഫംഗ്ഷനും എക്സ് ആക്സും തമ്മിലുള്ള ഡിഫറൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കണം. ഫംഗ്ഷനും എക്സ് ആക്സും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടില്ലേ, കുറഞ്ഞു വരുന്നത്. ഈ സൈഡിലേക്ക് പോകുമ്പോൾ ആക്ച്വലി അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇത് ജസ്റ്റ് കോൺകേവിറ്റി ചെക്ക് ചെയ്യുക, കോൺകേവിറ്റി കണ്ടുപിടിക്കുക. f'(x) എന്ന് പറഞ്ഞ പോയിന്റ് ഓഫ് ജസ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ f'(x) ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കുക. ഇൻക്രീസിങ് ചെക്ക് ചെയ്ത് നോക്കുക. ഇൻക്രീസിങ് ആണെന്നുണ്ടെങ്കിൽ f'(x) പോസിറ്റീവ് ആവുന്ന ഇൻ്റർവെൽസ് കണ്ടുപിടിക്കുക, f'(x) നെഗറ്റീവ് ആവുന്ന ഇൻ്റർവെൽസ് കണ്ടുപിടിക്കുക. ഇൻക്രീസിങ്സ് എന്താണ് ഡിക്രീസിങ്സ് എന്താണെന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഫംഗ്ഷൻസിൻ്റെ ഒരു ഔട്ട്ലൈൻ, അതായത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനും ക്രിട്ടിക്കൽ പോയിന്റ്സും വെച്ചിട്ട് ഫംഗ്ഷൻ്റെ ഒരു ഔട്ട്ലൈൻ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക. അവിടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ആൻഡ് കോൺവെക്സ് ഡൗൺ ആണോ കോൺകേവ് അപ്പ് ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് വെക്കുക. ഫംഗ്ഷൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുക. എന്നിട്ട് സ്പെസിഫിക് പോയിന്റിൽ ഈ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനിലും ക്രിട്ടിക്കൽ പോയിന്റ്സിലും ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് വെക്കുക. ആൻഡ് ഇൻ്റർസെപ്റ്റ്സിലും ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് വെക്കുക. ഇൻ്റർസെപ്റ്റ്സ് മീൻസ് എക്സ് ആക്സിനെ ക്രോസ് ചെയ്യുന്ന പോയിന്റ്. അവിടെയൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫംഗ്ഷൻ്റെ ഔട്ട്ലൈൻ വരച്ചിട്ട് ആ സ്പെസിഫിക് പോയിന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺകേവിറ്റിയും ഇൻക്രീസിങ്നെസ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. ഇത്രയാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻസും ഈ ഹയർ ഡോട്ട്സ് ആണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻസും ക്രിട്ടിക്കൽ പോയിന്റ്സും. ഇവിടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് ആൻഡ് കോൺകേവ് ഡൗൺ ആണ്. ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, കോൺകേവ് അപ്പാണ്. ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, ഇവിടെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്, കോൺകേവ് അപ്പാണ്. ഇവിടം തൊട്ട് ഇവിടം വരെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, കോൺകേവ് അപ്പാണ്. ഇവിടം തൊട്ട് ഇവിടം വരെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, കോൺകേവ് ഡൗൺ ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്, കോൺകേവ് ഡൗൺ ആണ്. ഇങ്ങനെ ജസ്റ്റ് പോവുക. ആൻഡ് x ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്
ഒറിസോണ്ടൽ അസിംപ്റ്റോട്ടാണ്. എക്സ് ഇങ്ങനെ വരയ്ക്കും തോറും നമുക്ക് എന്ത് കിട്ടുന്നു? ഗ്രാഫും എക്സ് ആക്സിസും എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഒറിസോണ്ടൽ അസിംപ്റ്റോട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആക്ച്വലി ഇവിടെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. ആക്ച്വലി ഇങ്ങനെയാണ് വരുന്നത്. അടുത്ത ജസ്റ്റ് ചെക്ക് ചെയ്യണം. വെരിഫൈ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 has a vertical asymptote at x is equal to minus 1 but not at x is equal to 1. x is equal to minus 1 ആണ് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്. x is equal to 1 എന്തല്ല, വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് അല്ല എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് അറ്റ് ദിസ് പോയിന്റ് എന്തായാൽ മതി? ലിമിറ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1 ഇൻഫിനിറ്റി ആവണം. ആൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഇൻഫിനിറ്റി ആയാൽ എന്തെന്ന് പറയാം? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1നെയും എക്സ് ഇസ് ഈക്വൽ ടു 1നെയും വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് എന്ന് പറയാം. അതായത് ഈ പോയിന്റിലെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇൻഫിനിറ്റിയാണ്. ഈ രണ്ട് പോയിന്റ്സിലെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് എന്ന് പറയാം. ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. എക്സ് ക്യൂബ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 എക്സ് പ്ലസ് 1. എക്സ് മൈനസ് 1 ഓൾറെഡി കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഈ ഫംഗ്ഷനെ റീഅറേഞ്ച് ചെയ്തിട്ട് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 1. ഇത് ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 എന്ന പോയിന്റ്. അതേത് മാത്രമേ ഉള്ളൂ? ആക്ച്വലി -1 മാത്രമേ ഉള്ളൂ. -1 മാത്രമേ ഫംഗ്ഷൻ എന്താകുന്നുള്ളൂ? ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുള്ളൂ. -1 മാത്രം ഫംഗ്ഷൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതുകൊണ്ട് എക്സ് ഇസ് ഈക്വൽ ടു -1 മാത്രമാണ് ആക്ച്വലി എന്ത്? വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്. -1 ആക്ച്വലി ഇങ്ങനെ വെർട്ടിക്കലായിട്ടുള്ള ലൈൻ മാത്രമാണ്. ഈ ഫംഗ്ഷനും എക്സ് ഇസ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞ ലൈനാണ് ആക്ച്വലി ഡിഫറൻസ് വളരെ കുറഞ്ഞിരിക്കും. എക്സ് ഇസ് ഈക്വൽ ടു 1ലും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 3/2 ആണ്. ഫൈനൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ വന്നാൽ മാത്രമേ അത് എന്താവുന്നുള്ളൂ? അസിംപ്റ്റോട്ട് ആവുന്നുള്ളൂ, വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്. അതാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ആൻസർ ആയിട്ട് വരും. ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഗ്രാഫ് വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ഈവൻ ആണോ ഓഡാണോ എന്ന് ചെക്ക് ചെയ്യുക ഫംഗ്ഷൻ. ദെൻ അസിംപ്റ്റോട്ട്സ് ചെക്ക് ചെയ്യുക. പിന്നെ ഇൻക്രീസിങ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കുക. കോൺകേവിറ്റി ചെക്ക് ചെയ്യുക. പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻസ് കണ്ടുപിടിക്കുക. കസ്പ്സ് ആണോ നോക്കുക. കസ്പ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യില്ല. ഞാൻ കോൺകേവിറ്റി അവിടെ ചേഞ്ച് ചെയ്യില്ല. ജസ്റ്റ് ഇത്രയും കാര്യം നമ്മൾ ജസ്റ്റ് പഠിച്ചു വെക്കുക. ഇതാണ് ഡ്രോയിങ് ഓഫ് ഗ്രാഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സെക്ഷനായിട്ട് വരുന്നത്.